ഡോക്ടർ, നമുക്കറിയാം ഇപ്പോൾ ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥ ഒരു പരിധിവരെ നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ കഴിയും? തീർച്ചയായും നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിലും ലങ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന 3 ക്യാൻസറിലൊന്ന്, വേൾഡിലും അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് വരുന്ന 3 ക്യാൻസറിലൊന്ന് ലങ് ക്യാൻസറാണ്. അത് പുരുഷന്മാരിലും സ്ത്രീകളിലും അങ്ങനെ തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നത് പോലെ ലങ് ക്യാൻസർ നോക്കുകയാണെങ്കിൽ ക്യാൻസർ മൂലമുള്ള മരണ റേറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ പേര് മരിക്കുന്നത് ശ്വാസകോശ അർബുദം, അതായത് ലങ് ക്യാൻസർ മൂലമാണ്. തീർച്ചയായും പുകവലിയുടെ ഇൻഫ്ലുവൻസും മറ്റ് അന്തരീക്ഷ മാലിന്യങ്ങളും അതിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുന്നതനുസരിച്ചിട്ട് ശ്വാസകോശ ക്യാൻസറുടെ ഇൻസിഡൻസ് ഗ്ലോബലി കൂടുകയാണ്. അപ്പോൾ നമ്മൾ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എല്ലാ ക്യാൻസറിനെയും നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 50% ക്യാൻസറുകൾ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസർ വരാതെ തടയാൻ കഴിയുന്നവയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലങ് ക്യാൻസർ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോസറ്റീവ് ഫാക്ടർ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് പുകവലി. അപ്പോൾ പുകവലി ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം ലങ് ക്യാൻസർ നമുക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.